അങ്ങനെ ടീം BDS അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ആദ്യ മന്ത്രിസഭായോഗം ചേരാനിരിക്കുന്നു. ആ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ എന്ത് എന്നുള്ളത് വളരെ നിർണായകമാകും. KR ഗോപികൃഷ്ണൻ വിശദാംശങ്ങളുമായുണ്ട്. ഗോപികൃഷ്ണൻ, നമ്മൾ കണ്ടൊരു കാഴ്ച ഇതിനു മുൻപ് കാണാത്ത തരത്തിലേക്ക് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഏറ്റവും മുതിർന്ന നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ വേദിയിൽ ഇരിക്കുന്നവരെല്ലാവരും, അത് ഈ നിയുക്ത മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങൾ എന്നതിനപ്പുറത്തേക്കുള്ള നേതാക്കളെയൊക്കെ നമ്മൾ കാണുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അങ്ങനെ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു കേരളത്തെ നമ്മൾ കാണുകയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. പ്രൗഢഗംഭീരമായ ചടങ്ങ്. അനുജ, അസിത, പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF സർക്കാരിന്റെ UDF സർക്കാർ അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റിരിക്കുന്നു. അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം തന്നെ 20-അംഗ മന്ത്രിസഭയും അധികാരമേറ്റിരിക്കുകയാണ്. നമുക്കറിയാം, CP ജോണും ഷിബു ബേബി ജോണും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യുകയും ബാക്കി എല്ലാവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. K മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഞാനിപ്പോൾ ഉള്ളത് അനുജ ലോക് ഭവന് മുന്നിലാണ്. ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായ ശേഷം അദ്ദേഹം തിരിച്ച് ലോക് ഭവനിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ VD സതീശൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങളും ഇപ്പോൾ ലോക് ഭവനിലേക്ക് എത്തും. അവിടെ അവർക്ക് ചായ സൽക്കാരമുണ്ട്. ആ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ആദ്യ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ചേരാൻ പോകുന്നത്. അല്പനിമിഷങ്ങൾക്കകം തന്നെ ആ വാഹനവ്യൂഹം ഇവിടേക്ക് എത്താൻ പോവുകയാണ്. അല്പം മുൻപാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം ലോക് ഭവനിലേക്ക് മടങ്ങിയെത്തത്. നമ്മൾ കാത്തിരിക്കുന്നത് VD സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ അല്പസമയത്തിനകം ലോക് ഭവനിലേക്ക് എത്താൻ പോകുന്നു. ഇവിടെ ഏറ്റവും അടുത്ത ദൂരത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ വാഹനവ്യൂഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലോക് ഭവനിലേക്ക് എത്തും. നമുക്കറിയാം, 10 വർഷത്തെ ഭരണ മരവിപ്പിന് ശേഷം അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷമുള്ള UDF സർക്കാരിന്റെ തിരിച്ചുവരവാണ്. അത് പ്രൗഢഗംഭീരമായ ആഘോഷം നിറഞ്ഞ ചടങ്ങാക്കി മാറ്റാൻ UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും കഴിഞ്ഞു. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വേദിയിൽ ഉണ്ടായിരുന്നത് പ്രതിപക്ഷത്തുനിന്നുള്ള മുതിർന്ന നേതാക്കൾ, അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന കേരളത്തിലെ അധികാരം ഏറ്റെടുക്കുന്ന ഈ മുഹൂർത്തത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിസ്മരണീയമായ ഒരു ചടങ്ങാക്കി മാറ്റിത്തീർക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക്, UDF പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം സത്യവാചകം ചൊല്ലി അധികാരമേറ്റത് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായ VD സതീശനാണ്. അതിന് തൊട്ടു പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി, അതിനുശേഷം രമേശ് ചെന്നിത്തല, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവർ തൊട്ടു പിന്നാലെ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ക്യാബിനറ്റ് യോഗമാണ്. നേരത്തെ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ വേതനത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമായി വരും എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളും ഉറപ്പുകളും ആദ്യ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി വരുമോ എന്നതിൽ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ആ ക്യാബിനറ്റ് യോഗം, ആ നിർണായകമായ ആദ്യത്തെ VD മന്ത്രിസഭയിലെ ക്യാബിനറ്റ് യോഗം നടക്കാൻ പോകുന്നത് അല്പസമയത്തിനുള്ളിലാണ്. ഇനിയുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം ലോക് ഭവനിലേക്ക് VD സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും എത്താൻ പോകുന്നു എന്നതാണ്. ഇവിടെ ഒരു ഹൈടി ഗവർണറുടെ വസതിയിൽ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ആദ്യത്തെ ക്യാബിനറ്റ് യോഗം നടക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിൽ. അതിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആകാംക്ഷപൂർണ്ണമായ കാത്തിരിപ്പാനുള്ളത്. അതിനുശേഷം വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരുപക്ഷെ ചെറിയ ചില കറക്ഷൻസ് ഉണ്ടാകും എന്ന് ഇന്നലെ തന്നെ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആ കറക്ഷന് ശേഷം ഓരോ മന്ത്രിമാർക്കും നൽകിയിരിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം ഗവർണർക്ക് കൈമാറും. അതിനുശേഷം വരുന്ന ഗവൺമെന്റ് ഗസറ്റിൽ, വിജ്ഞാപനത്തിൽ ഈ വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും. അതുപോലെ തന്നെ ടേം വ്യവസ്ഥയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വരാനുണ്ടോ എന്നതും നമുക്ക് ആകാംക്ഷ നൽകുന്ന കാര്യമാണ്. കോൺഗ്രസിൽ തന്നെ ടേം വ്യവസ്ഥയിൽ 2.5 വർഷം എന്തായാലും ഇനി ആ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ്. എത്രമേൽ ജനകീയമായ പ്രഖ്യാപനങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.